ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത 35 വർഷത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज के इस दौर में हमारे सामने चुनौतियां भी अलग है और इसलिए हमारे दायित्व भी अलग है. अपने जीवन के अगले 30-35 साल में आप जो कुछ भी करेंगे वो विकसित भारत की हमारी यात्रा को प्रभावित करेगा. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്ന ഇന്ത്യയുടെ ബ്രിക്സ് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത്. രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ മാതൃസ്ഥാപനമായ ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ NUCFDCയിൽ ചേരാൻ എല്ലാ സഹകരണ ബാങ്കുകളോടും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ അഭ്യർത്ഥിച്ചു. മുംബൈയിൽ NUCFDCയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൃദ്ധമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ അഭിവൃദ്ധി പ്രധാന പങ്ക് വഹിക്കുന്നതായി ശ്രീ അമിത് ഷാ അറിയിച്ചു. ഇതിനായി മൂലധന വിപണി മാത്രം മതിയാകില്ലെന്നും സ്വയം തൊഴിലിന്റെ സമാന്തര സംവിധാനം വികസിപ്പിച്ചെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. बड़ा व्यापार करने के लिए छोटे छोटे लोगों की कोऑपरेटिव बनाकर छोटी पूंजी से बहुत बड़ी पूंजी निर्मित कर बड़ा व्यापार किया जा सकता है. अमूल आज 1,25,000 करोड़ का व्यापार करता है. इफ्को, क्रिप्को, एक जमाने में लिज्जत पापड़, ये किसी में भी पूंजी का निवेश 50 रुपया से ज्यादा नहीं है. और आज अमूल विश्व का खाद्य पदार्थों का सबसे ज्यादा लोकप्रिय ब्रांड बन व्यापार कर रहा है. ഇന്ത്യൻ സമുദ്രമേഖലയുടെ വളർച്ചയിൽ നാവികർ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മുംബൈയിൽ നാവികരുടെ സുരക്ഷയും ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ നാവികന്റെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സമുദ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മെഡിക്കൽ ഡിവൈസ് കോൺഫറൻസ് 2026 സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നഡ്ഡ അധ്യക്ഷനായി. ഗുണമേന്മയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഗോള ഹബ്ബായി ഇന്ത്യയെ ഉയർത്തുന്നതിന് ആഭ്യന്തര ഉൽപാദനം, മൂല്യശൃംഖലകൾ, കയറ്റുമതി എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സമീപനത്തിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ശ്രീ നഡ്ഡ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്.
എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നും കമ്മീഷൻ തരാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ കൈവശപ്പെടുത്തുന്നത്. മ്യൂൾ അക്കൌണ്ടുകൾ ആയി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ ഇന്നും നാളെയും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സംവാദങ്ങളിലൂടെയാണ് നീതി ലഭ്യമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നീതി ലഭ്യത മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ഇൻഡോറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. संस्था विशेष से न्याय का जो सपना है पूरा नहीं होता. ये सबको मिलजुल करके इस संघर्ष में, इस यज्ञ में शामिल होकर के आहुति देनी होती. Therefore, every legal aid application starts with someone narrating a problem. Every mediation begins parties agreeing to listen. Every legal awareness program succeeds only when institutions first understand the realities of the people they seek to serve. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. നാളെ നടക്കുന്ന ഫൈനലിൽ അഷ്മിത ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടിയ ഇന്ത്യൻ ചെസ് താരം പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്രജ്ഞാനന്ദയുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് നാളെ ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗാനമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ഹർ ഘർ തിരങ്ക യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ആഹ്വാനം ചെയ്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവ മുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സമ്മാന പദ്ധതികളുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു.
എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.